ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 4 വീലേഴ്സ് ഉള്ള കേരളത്തിൽ ഹൗസ് ഹോൾഡാണ്. ഇന്ത്യയിൽ 28% വീട്ടുകാർക്കും ഇവിടെ 4 വീലേഴ്സ് ഉണ്ട്. കാറുണ്ട്. ഫുഡ്, ഡ്രസ്സ്, പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലമാണ് കേരളം. എല്ലാവിധ കൊച്ചു ടൗണിൽ പോലും ഇന്ത്യയിലെ മെയിൻ കോർപ്പറേറ്റ്സ് മൊത്തം പിടിച്ചടക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷനും ഇപ്പം നിന്നുകൊണ്ട് പോകുന്ന ജനറേഷനും 80s ജെൻസി ആയാലും ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൊല്ലം ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാതെ കടന്ന ഒരു ജെമ്മാണ് നമുക്ക് പറയാൻ പറ്റും. നമസ്കാരം. ഫൗണ്ടേഷൻസ് വിത്ത് ആർക്കിടെക്ട് ആസാദ് ജമാൽ എന്ന പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ സാറുമായി സംസാരിച്ചു. അതിൽ നിന്ന് കുറേയധികം അറിവുകൾ നമുക്ക് ലഭിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇന്ന് ഇവിടെ 2ാമത്തെ എപ്പിസോഡിനായി സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സാറിനെ വെൽക്കം ചെയ്യാം. സാർ ആസ് ആൻ ആർക്കിടെക്ട് ഫോക്കസിങ് ഓൺ ദ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുടെ വളർച്ച ഏത് രീതിയിലാണ്, അതിൻ്റെ ദിശ എങ്ങോട്ടേക്കാണ്, അതിപ്പം എത്തി നിൽക്കുന്നൊരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഓക്കെ, കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് വേൾഡിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രയും കൂടുതൽ അർബനൈസേഷൻ ഉണ്ടായ ഒരു സ്ഥലം കാണത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിറ്റി ബേസിക്കലി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇവിടെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് തന്നെ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിറ്റികൾ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ബാക്കിയുള്ള സിറ്റികളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം കർണാടകയിൽ നോക്കുവാണെങ്കിൽ കർണാടകത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് മൈഗ്രേഷനാണ് വരുന്നത്. ഓക്കെ. ഇവിടെ അങ്ങനൊരു പ്രത്യേകതയൊന്നുമില്ല. അവിടെ ഇനിഷ്യൽ ടൈമിൽ കുറച്ച് മൈഗ്രേഷൻ സിറ്റിയിലോട്ടുണ്ടെങ്കിലും പിന്നെ വില്ലേജുകൾ തന്നെ ഡെവലപ്പായി. ഓരോരോ ചെറിയ കൊച്ചു ടൗൺ ഡെവലപ്പായി, അത് മെർജായി ഒന്നായിട്ട് അത് ടോട്ടലി ഒറ്റ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയായിട്ട് കേരളം മാറും. ഓക്കെ. അപ്പം സിറ്റിയായി മാറുമ്പോഴത്തേക്ക് സിറ്റിയുടെ അവിഭാജ്യ ഘടകമാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിനകത്ത് തന്നെ ഡിപ്പെൻഡ് അപ്പോൺ കേരളത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ വരുമാനം അനുസരിച്ചാണ് കൊമേഴ്ഷ്യൽ ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് എക്സ്പാറ്റ്സാണ്. അവർ പുറത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്നൊരു ഹ്യൂജ് ഇൻകം കേരളത്തോട്ട് വരുന്നുണ്ട്. സോ ഇവിടുത്തെ പർച്ചേസിങ് കപ്പാസിറ്റി ഭയങ്കര ഹ്യൂജാണ്. ഓക്കെ. നമ്മൾ ഏത് സെഗ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം റീസെൻറ്റ് സർവേ വന്നതനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 4 വീലേഴ്സ് ഉള്ള കേരളത്തിൽ ഹൗസ് ഹോൾഡാണ്. ഇന്ത്യയിൽ 28% വീട്ടുകാർക്കും ഇവിടെ 4 വീലേഴ്സ് ഉണ്ട്. കാറുണ്ട്. യെസ്. ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിക്കുന്ന കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഫുഡ്, ദെൻ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലമാണ് കേരളം. ഈ പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പർച്ചേസ് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇത് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും അങ്ങനെ 2 ഏരിയ ആയിട്ട് ഇപ്പോൾ തിരിക്കാവുന്നേ ഉള്ളൂ. കോവിഡിന് ശേഷമുള്ള കേരളത്തിൻ്റെ വളർച്ച ഒരു പ്രത്യേക രീതിയിലായിരുന്നു. പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഈ പുതിയ കോർപ്പറേഷൻ്റെ എമർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഇപ്പം സ്റ്റുഡിയോ ഉണ്ട്, വാട്ട് എവർ ദിസ്, എല്ലാവിധ കോർപ്പറേറ്റ്സുകളുണ്ട്. ഓക്കെ. പക്ഷേ കേരളത്തിൽ എല്ലാവിധ കൊച്ചു ടൗണിൽ പോലും ഇന്ത്യയിലെ മെയിൻ കോർപ്പറേറ്റ്സ് മൊത്തം പിടിച്ചടക്കിയിരിക്കുകയാണ്. ഓക്കെ. നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിലെ മെയിൻ കോർപ്പറേറ്റ്സ്, കാര്യം എല്ലാ ബിസിനസ്സുകളെല്ലാം കോർപ്പറേഷൻ്റെ കയ്യിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു കോവിഡിന് ശേഷം വന്നവരുള്ളൊരു ട്രെൻഡാണ്. എന്ന് പറഞ്ഞാൽ ഫുഡ് ബിസിനസ്സിൽ, ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ, ഇലക്ട്രോണിക്സ് ബിസിനസ്സിൽ, ഗോൾഡ് ബിസിനസ്സിൽ, ഇങ്ങനെ ഓരോരോ ബിസിനസ്സുകളിലും കോർപ്പറേറ്റ്സിൻ്റെ വലിയ കോർപ്പറേറ്റ്സുകളോട് എമർജ് ചെയ്ത് അവരുടേതായിട്ടുള്ള ബാക്കിയുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ തലത്തിലോട്ട് കൊണ്ടുപോയി. ഓക്കെ. ഈവൻ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ഇവിടെ ഹെൽത്ത് സ്പാസ് ഇത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊച്ചു ചെറിയ ടൗണിലും വലിയ ഇവിടെ തന്നെയുള്ള കേരളത്തിൻ്റെതായ ഡൊമസ്റ്റിക് ബ്രാൻഡുകൾ ഒരുപാട്. എക്സാമ്പിൾ മൈജി, ഇതേപോലുള്ള ബ്രാൻഡുകൾ കേരളത്തിലാണ്. നന്ദലത് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സിൽ തന്നെ കുറേ ബ്രാൻഡുകളുണ്ട്, കേരളത്തിൻ്റെതായ ബ്രാൻഡുകൾ. നാഷണലിസ്റ്റ് ബ്രാൻഡായ റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാം വന്നോടി ഇവിടുത്തെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ അപ്പിയറൻസിന് തന്നെ വ്യത്യാസം വന്നു.
അപ്പം പണ്ട് ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ 8-10 ഡിവൈഡ് ചെയ്ത് 10 പാർട്ടീസ് വന്ന് എടുത്ത് അതങ്ങനെ പോകുന്ന ട്രെൻഡായി. ഇതൊക്കെ അങ്ങ് പോയി. ഇതൊക്കെ പോയിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ അവരുടേതായ കോർപ്പറേഷൻ്റേതായ ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേഷന് വേണ്ടി കുറേ അതിൻ്റെ ലൊക്കേഷനുണ്ട്. അപ്പം ഒരു നല്ല ആർക്കിടെക്റ്റിന് എപ്പോഴും കോർപ്പറേഷന് ഏത് ലൊക്കേഷനാണ് നല്ലത്, അവിടെയാണ് അടുത്ത ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ, അതാണ് അവർ ആ ഏരിയയിലോട്ടാണ് നോക്കുന്നത്. ഇതെല്ലാം അറിയാൻ പറ്റും. എന്താണ് ഇനി അടുത്ത വരാൻ പോകുന്നത് എല്ലാം അവർക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി. അപ്പം ഈ ഇങ്ങനെയുള്ള ലൊക്കേഷനിലുള്ള ബിൽഡിങ്സ് അവർ ആക്ച്വലി ഇപ്പം നോക്കിയാൽ മതി. ഇപ്പം സുഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്ലാസ് ഫെസാഡായിരിക്കും. ഫുൾ ഗ്ലാസ് ആയിരിക്കും. വേറെ സ്റ്റുഡിയോ, മാക്സ്. അപ്പം ഇതാണ് ഇതിന് ഈ കൊമേഴ്ഷ്യലായിട്ട് വന്ന ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് ഇവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. സോ പ്ലാനിങ് വൈസ് ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്ലാനിങ് വൈസ് ആയിട്ട് നമ്മൾ കോർപ്പറേഷൻ്റെ റൂൾസ് ഫോളോ ചെയ്യണം. അവർ നമ്മൾ ഏതൊരു ആളിപ്പം ലുലു കൊട്ടിയത്ത് ചുമ്മാതെ വന്നതല്ല. അതായത് വാസ്റ്റായിട്ടൊരു മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ കൊട്ടിയത്ത് വന്നത്. ഓരോ കൊച്ചു ടൗണിലും ഓരോ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോഴും അതിനകത്ത് അവരതിനെക്കുറിച്ചൊരു മാർക്കറ്റ് സ്റ്റഡി എല്ലാം ചെയ്തിട്ട് തന്നെ ഇത് വരുന്നത്. അപ്പം പിന്നെ അവർക്ക് ആ ഫീസിബിലിറ്റിയെ കുറിച്ച് അവർക്കൊരു പ്രശ്നമില്ല. മനസ്സിലായി. സോ സാർ, ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. വളരെയധികം താപനില കൂടിയ, ഹ്യൂമിഡിറ്റി കൂടിയ, ഈ ജലസാന്ദ്രത കൂടിയ ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡിയോ പോലുള്ള ബ്രാൻഡുകൾ കൂടുതലും ഗ്ലാസ് ഫെസാഡുകളാണ് ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ടത് യോജിച്ച് പോകാറുണ്ട്. അപ്പം കേരളത്തിലെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഡിപ്പെൻഡ് അപ്പോൺ ദ കോർപ്പറേഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ ചെയ്യണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അത് അവരെടുക്കത്തില്ല. ബിസിനസ്, പ്യൂർലി ബിസിനസ്. സാർ, അടുത്തൊരു ട്രെൻഡ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഫെസാഡിനകത്ത് മേ ബി സെൽഫ് സസ്റ്റൈനബിൾ ബിൽഡിങ്സ് ആയിരിക്കും. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്തുള്ള സെൽഫ് സസ്റ്റൈനബിൾ ബിൽഡിങ്സ് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനൽ എംബഡ് ചെയ്ത ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ്, അതായത് ഗ്ലാസിനകത്ത് സോളാർ പാനൽ എംബഡ് ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള കറണ്ട് ആ ഫ്രണ്ട് ഗ്ലാസിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റംസ്. അല്ല, അപ്പം ഈ സോളാർ പാനൽ വരുമ്പോൾ നമുക്ക് ആ വിഷൻ കട്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇല്ല, അതിനുള്ള ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞത്. സീ ത്രൂ ആയിട്ടുള്ള ഈവൻ ദുബായിലും അങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഒരുപാടെണ്ണുണ്ട് ഇപ്പോൾ. സോ സാർ പറഞ്ഞു വരുന്നത് ഗ്ലാസ് ഫെസാഡ് ഇടുന്നതോടുകൂടി ഗ്ലാസ്, ബട്ട് അത് സോളാർ പാനലും ആയിരിക്കും. അതിൽ നിന്ന് തന്നെ പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സാർ, അങ്ങനെയുള്ള ബിൽഡിങ്സ് വരും. പിന്നെ കൈനറ്റിക് ബിൽഡിങ്സ് ഉണ്ട്. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശത്തിനനുസരിച്ച് തന്നെ ബിൽഡിംഗ് ഫെസാഡൊക്കെ ചേഞ്ച് ആവും. സോ മൂവ് ചെയ്യുന്ന ഫെസാഡ് ബിൽഡിങ്ങിൻ്റെ ഫെസാഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് വരും. ദെൻ ഇത് ഞാൻ പറഞ്ഞില്ല, ടോട്ടലി ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കും. ഇത് ഫുള്ളി ഒരു സോഫ്റ്റ്വെയർ എംബേർഡ് ആയിരിക്കും ബിൽഡിങ്സ് എല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ബിം സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഫുള്ളി സോഫ്റ്റ്വെയർ എംബേർഡ് ആയിരിക്കും എല്ലാ ബിൽഡിങ്ങിലും. എൻ്റെ എനർജി എഫിഷ്യൻസി ആയാലും ഈച്ച് ആൻഡ് എവറിത്തിങ്. പിന്നെ അടുത്തൊരു ട്രെൻഡ് വരാൻ പോകുന്ന പറഞ്ഞാൽ ഗ്രീൻ ഫെസാഡ് വരും. ഗ്രീൻ ഫെസാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഒരു ഗ്രീനറി ആയിരിക്കും ഫെസാഡ് എന്ന് പറയുന്നത്. അത് ചെടികൾ വെച്ച് തന്നെ, നോട്ട് ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ. അത് സസ്റ്റൈനബിലിറ്റി കുറച്ച് കൂടുതൽ സസ്റ്റൈനബിലിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യും. ആൾക്കാർക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ ഒരു ബിൽഡിംഗ് വരുമ്പോൾ അതിൻ്റെ ഇറിഗേഷൻ, മറ്റു കാര്യങ്ങൾ, അതിൻ്റെ കോർഡിനേഷനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? നോ, ടെക്നോളജി, എവറിത്തിങ് ഇസ് ദെയർ. ഒന്നും ബോധറേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ബിൽഡിങ്ങുകൾ വരുമ്പോഴേക്കും ക്ലാസിക് റീജൻസി എന്ന് പറഞ്ഞ ഹോട്ടൽ നമ്മൾ ചെയ്ത സമയത്ത് എൻ്റെ ഫ്രണ്ട് മൊത്തം നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇപ്പോൾ അതിന് സോഫ്റ്റ്വെയർസ് വരെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നോക്കി കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും ഇറിഗേഷന് വേണ്ടിയിട്ട്. ഓക്കെ സാർ.
അത് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വാട്ടർ വെച്ച് തന്നെ യൂസ് അത് അത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫ്രഷ് വാട്ടർ വേണമെന്നില്ല. ഓക്കെ. സോ ഈ കാർബൺ എമിഷൻ അല്ലെങ്കിൽ സീറോ നെറ്റ് എനർജി ഇങ്ങനത്തെ ബിൽഡിങ്ങുകളിൽ വളരെ കുറവായിരിക്കും. സസ്റ്റൈനബിലിറ്റി ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മളെല്ലാവരും സസ്റ്റൈനബിലിറ്റിയോട്ട് മൂവ് ചെയ്യേണ്ടതാണ്. അപ്പം കാർബൺ എമിഷൻ എനിവേ നമ്മൾ കുറച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്നാണ്. ആക്ച്വലി മേ ബി ഒരു 15-20 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ടോട്ടലി ഇവിടുത്തെ ഒരു 50% ബിൽഡിങ്ങും കാർബൺ സീറോ കാർബൺ ആ ഒരു ലെവലിലോട്ട് പോകും. ഓക്കെ, മനസ്സിലായി സാർ. സാർ, ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഏത് സെക്ടറിലേക്കുള്ള ബിൽഡിങ്ങുകൾ, ഇപ്പം ടൂറിസം ആവാം, ഹോസ്പിറ്റാലിറ്റി ആവാം, അല്ലെങ്കിൽ വേറെ ഏത് സെക്ടറിലാണ് ഇനിയുള്ള ബിൽഡിങ്ങുകളുടെ ഒരു ട്രെൻഡ്? ഏത് തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, ഏത് തരത്തിലുള്ള ഫെസിലിറ്റികളായിരിക്കും ഇനി കൂടുതൽ? ബിൽഡിംഗ് ആണോ ഉദ്ദേശിക്കുന്നത് അതോ അടുത്ത ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്? അതെ അതെ. കേരളത്തിൽ നമ്മളില്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷനും ഇപ്പം നിന്നുകൊണ്ട് പോകുന്ന ജനറേഷനും 80s ജെൻ സി ആയാലും ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഫോക്കസ് ഇല്ല. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി. എന്താ പേരൊന്നുമില്ല. ഓക്കെ സാർ. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഹെൽത്ത് ഉണ്ടാവുക ഇങ്ങനെയുള്ള സാധനം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ്. ഓക്കെ. ഇപ്പം നമ്മളൊരു സ്പോർട്സ് സിറ്റി ചെയ്തപ്പോഴത്തേക്ക് അപ്പം സ്പോർട്സ് സിറ്റി പുത്തൻകുളത്തുള്ള, അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്ക് അപ്പം നമുക്ക് തന്നെ ഇത് ഡൗട്ടായിരുന്നു ഇതിനകത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയുണ്ട്. സ്പോർട്സ് സിറ്റി എന്നുള്ള വ്യക്തമല്ല, അതായത് സ്റ്റേഡിയം ആണോ? നോ സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഒരു ഏരിയയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നവരായിട്ട്. ഒന്നിൽ കൂടുതൽ സ്പോർട്സ് ഐറ്റംസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരു സിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ 1-10 പോരാ. ഓക്കെ. ഇത് 28 സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് അവിടെ. 28. അപ്പോൾ അങ്ങനെ അത്രയും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒരു കൂടെ കഴിയും. അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു യൂണീക്ക് പ്രൊജക്റ്റ് ആയിരുന്നു ഈ സ്പോർട്സ് സിറ്റി. കേരളം പോലൊരു സാഹചര്യത്തിൽ അത് ആക്ച്വലി ഇനി അടുത്ത ട്രെൻഡ് സ്പോർട്സ്. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും സ്പോർട്സിൽ താല്പര്യമുണ്ട്, അവരുടെ ഹെൽത്തിൽ താല്പര്യമുണ്ട്. അപ്പം നെക്സ്റ്റ് ട്രെൻഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. ഒന്ന് ഇപ്പോഴത്തെ മെയിനായിട്ട് പോകുന്ന കുറേ ബിസിനസ്സുകളുണ്ട്. ഒന്ന് ഈ ഇപ്പം സ്പോർട്സ്, പിന്നെ ഏറ്റവും കൂടുതൽ കേരളം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതൊന്നുമല്ല. എന്താണ് സാർ? ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. ലോകത്തുള്ള പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി കണ്ടു കഴിഞ്ഞാൽ പോലും ഇപ്പം സപ്പോസ് നിങ്ങൾ കൊല്ലത്ത് നിന്ന് ഒരു സീ സൈഡ് ബീച്ചിൽ കയറണം. ഒരു 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സായി. ഒരു 10-15 കിലോമീറ്ററും കൂടെ വീണ്ടും ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഹിൽ ഏരിയ ആയി. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമായി പറയുന്നത്. ഇതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പോൾ കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയോ കൊല്ലത്ത് ഏകദേശം ഒരു 5ഓളം 5 സ്റ്റാർ ഹോട്ടലുകളാണ് പടിപ്പുരയിൽ കിടക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ. അതിൽ തന്നെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലും ഈ കൊല്ലത്ത് വരാൻ പോകുന്നത്. ടൂറിസത്തിൻ്റെ ബേസിസില്ല. ടൂറിസം എന്ന് പറഞ്ഞാൽ കൊല്ലം ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാതെ കിടന്ന ഒരു ജെമ്മാണ് നമുക്ക് പറയാൻ പറ്റും. കൊല്ലം ബാക്കിയുള്ള ആലപ്പുഴയും വർക്കലയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാ ആൾക്കാരും കയറി ഇറങ്ങി വന്നു. പക്ഷെ കൊല്ലം ഇനി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. കൊല്ലത്ത് ഈ ടൂറിസം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ദൈവം കരിഞ്ഞ് ചെയ്ത് വെച്ചേപ്പുണ്ട്. അതൊന്ന് ഓപ്പണാക്കി ഗവൺമെൻറ് കൊടുത്താൽ ഈ വേറെ ഒരു കാര്യത്തിലും പോകണ്ട, കേരളത്തിൻ്റെ GDP ഇന്ത്യയിലെ ടോപ്പ് GDP ആവും. അതനുസരിച്ച് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റും നമ്മൾ ലോക്കൽ ആൾക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതൊരു മസ്റ്റ് കാര്യമാണ്. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിലേ നടത്തും. കാരണം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് കേരളത്തിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇപ്പം. പിന്നെ നല്ല കേരളത്തെക്കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമാണ് വേൾഡ് വൈഡായിട്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല വൃത്തിക്ക് ആൾക്കാർ വെൽക്കമിങ് ആൾക്കാരാണ്. അതാണ് ഏറ്റവും കേരളത്തെക്കുറിച്ച് പറയുന്നത് നമ്പർ 1 കാര്യം, വെൽക്കമിങ് ആൾക്കാരെന്ന് പറയുന്നത്. എന്നിട്ട് അടിച്ചുകൊണ്ടും പോകത്തില്ല, ആരെന്ത് ചോദിച്ചു ഞാൻ സഹായിക്കും, വേണമെങ്കിൽ എവിടെ കൊണ്ടാക്കേണ്ടത് വെച്ചാൽ കൊണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് കേരളത്തിലെ ആൾക്കാർ. മനസ്സിലായി. അപ്പം കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ തന്നെ ജഡായുപ്പാറ, ഒരു ജഡായു എർത്ത് സെൻ്റർ ഉണ്ടല്ലോ. ജഡായു എർത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് എന്ന് പറഞ്ഞാൽ ശില്പങ്ങളിൽ ഏറ്റവും വലിയ
ഒരു സെൻറ്ററാണ്. Okay. അത് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടു നമ്മളവിടെ ചെന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ ഇത് ഇങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചെയ്യാൻ അറിയാം. ഓക്കെ. അപ്പം വിദേശ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ആ ആ സിസ്റ്റവും ആ ടോക്കൺ സിസ്റ്റവും ബാൻഡൊക്കെ ഇട്ട് അകത്ത് കയറ്റുന്നത്. ഓക്കെ. മീൻസ് കേബിൾ കാറിനകത്ത് കയറി മേളിൽ കൊണ്ടുപോകുന്നു, വ്യൂ ഒക്കെ കാണുന്നു, തിരിച്ചു വരുന്നു. ഫാൻറ്റാസ്റ്റിക്. അതേപോലത്തുള്ള ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഹിസ്റ്ററി ആയിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ വരും. ഓക്കെ. ബേസിക്കലി അതാണല്ലോ ചെയ്യുന്നത്. അതെ അതെ അതെ. ജടായു പാറ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഓക്കെ. ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിലെ ഗതാഗത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാം കൊല്ലത്ത് ബൈപ്പാസ് വന്നിരിക്കുന്നു. ബട്ട് പലയിടങ്ങളിലും അത് റോഡിന് നടുവിൽ വിള്ളലുകൾ, കെട്ടിയിരിക്കുന്ന മതിലിൽ വിള്ളലുകൾ, അങ്ങനെ ഒരു സാഹചര്യം. ഇന്നത്തെ ഈ റോഡ് സംവിധാനങ്ങളെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ ബൈപ്പാസ് വന്നതിനോട് ഉള്ള സാറിൻ്റെ സമീപനം? ബൈപ്പാസ് വന്നതിനോട് നല്ല അഭിപ്രായം തന്നെ. ഇതൊക്കെ പണ്ടേ ആയിരുന്നു. ഓക്കെ. പണ്ട് 2003 MK മുനീർ, നമ്മുടെ പഴയ മന്ത്രി MK മുനീർ 100 മീറ്റർ പാതയിലെ കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. എക്സ്പ്രസ് ഹൈവേ. ആ, പക്ഷെ അത് അന്ന് കേരളത്തെ വെട്ടിമുറിക്കുന്ന വൻമതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള രണ്ട് മെയിൻ ആൾക്കാർ അത് ബ്ലോക്ക് ചെയ്തു. ഓക്കെ. അപ്പം ഇത് അന്ന് വന്നായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ചിന്തിക്കുന്നതിൻ്റെ മുമ്പാണ് ആ പദ്ധതി ഇവിടെ വന്നത്. കേരളം എപ്പോഴും മുൻകൂട്ടി ചിന്തിക്കും, പക്ഷേ ഏറ്റവും പിന്നിലേ ചെയ്യത്തുള്ളൂ. കേരളത്തിലെ എല്ലാ പദ്ധതി അങ്ങനെ. കേരളത്തിലാണ് കൊച്ചി മെട്രോ ചിന്തിച്ച് പകുതിയായി കഴിഞ്ഞതിന് ശേഷമാണ് ദുബായിൽ മെട്രോ തുടങ്ങുമെന്ന് ആലോചിച്ചത്. ദുബായ് മെട്രോ തീർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കൊച്ചി മെട്രോ തുടങ്ങി. ഇതൊക്കെ പണ്ടേ ആലോചനയുള്ള കാര്യമാണ്. 2003 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, 10-22 വർഷങ്ങൾക്ക് മുമ്പ്, 23 years ബാക്കിൽ ഇവിടുത്തെ 100 മീറ്റർ വീതിയിൽ സെൻട്രിൽ കൂടെ ബോട്ട് വേ, റെയിൽവേ, 100 മീറ്റർ പാത ഇന്നത്തെ കേരളത്തിൽ അങ്ങേറ്റന്ന് അപ്പുറത്ത്. അന്ന് ഐ തിങ്ക് 7,000 കോടി 14,000 കോടി എങ്ങാണ്ടാണ് അന്ന് ബഡ്ജറ്റ് ഇട്ടത്. ഫുൾ ബഡ്ജറ്റ്, ഫുൾ പൈസ ഒരു ജപ്പാൻ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ ഉണ്ടായിരുന്നു. ഈ ആക്ച്വലി അന്ന് 14,000 രൂപ അന്ന് ലോൺ എടുത്തിട്ട് അത് 14,000 രൂപ എന്ന് പറഞ്ഞാൽ 14,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇസ് നത്തിങ് ആക്ച്വലി. ഇപ്പോൾ റോഡ് ഇപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ 64,000 കോടി 74,000 കോടിക്കൊക്കെയാണ്. അത് അന്ന് ലോൺ എടുത്ത് ചെയ്ത് ലോൺ അടച്ച് പോത്തേ ഉള്ളൂ. അതായത് വെറും റോഡ് മാത്രമല്ല, 100 മീറ്റർ വീതി എന്ന് പറഞ്ഞാൽ സെവിന് ആലോചിക്കും എത്ര എന്ന് പറഞ്ഞാൽ 8 ലൈനാണ് ഉദ്ദേശിച്ചത്. 8 ലൈൻ. അതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പറയാം, അന്ന് ഇന്ത്യയിൽ വേറെ എക്സ്പ്രസ് ഹൈവേ ഇല്ല. ആ ഒരു സമയത്താണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് വരുന്നത്. എന്നിട്ട് ഒരുപാട് വർഷത്തിന് ഇപ്പം അതിനുശേഷം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിന് ബോധം വീണത്. അപ്പം അതേപോലെ പദ്ധതികൾ വരുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഈ പാളിച്ചകൾ, ഇപ്പം പറഞ്ഞു വന്ന നമ്മുടെ ഈ പാളിച്ചകളെ കുറിച്ചാണ്. പാളിച്ചകൾ എന്ന് പറഞ്ഞാൽ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കടലുണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ഹിൽ ഏരിയ ഉണ്ട്, ചതുപ്പും അതും എല്ലാവിധ കണ്ടീഷനിലുള്ള ഏരിയ ആണ്. കേരളത്തിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ടെക്നിക്കലി ആ ഏരിയ സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. ഇതിനകത്ത് ടോട്ടൽ ഫെയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാര്യം ഈ റോഡ് സമതലത്തിൽ ചെയ്യുന്ന റോഡുകൾക്ക് ഇത് പ്രശ്നമല്ല. ഇപ്പം 2 സ്ഥലത്ത് എങ്ങാണ്ട് ഈ ബൈപ്പാസ് ഇടിഞ്ഞ് താന്ന് ബേസിക്കായിട്ട് അതിനെന്ന് പറഞ്ഞാൽ ഈ നോർമലി ഒരു ഇതേപോലെ കോൺക്രീറ്റ് വാളിനകത്ത് മണ്ണിട്ട് നിറച്ചിട്ടുള്ള പാലങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം ഒരു 10, 40, 50 മീറ്ററൊക്കെ അവർ സോയിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, മെയിൻ തിങ് എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സോയിലിനെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടണം. സോയിൽ പൈലിംഗ് ചെയ്തിട്ടൊക്കെ കൂട്ടി വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. കാര്യം ഇത് ഭയങ്കര ഹ്യൂജ് ലോഡാണ് എന്ന് പറഞ്ഞാൽ ഒരു പാലത്തിനകത്തുള്ള മണ്ണെന്ന് പറഞ്ഞാൽ 3-4 മലകളിലുള്ള മണ്ണാണ് കൊണ്ടിടുന്നത്. നമ്മളതിൻ്റെ വ്യാപ്തി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. എത്ര ലോഡ് മണ്ണ്, ഓരോ 3 മലയൊക്കെ ഇടിച്ചിട്ടാണ് ഒരു പാലം പണിയുന്നത്. അപ്പോൾ അത്രയും ലോഡ് വന്ന് ഇത് ഇമ്പോസ് ചെയ്യുകയാണ് ഭൂമിയിലോട്ട്. ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എനിവേ അതൊരു ക്ലെയിലി സോയിൽ, വെള്ളവും കൂടെ ഉള്ള ഒരു ക്ലെയിലി സോയിലാണെങ്കിൽ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അത് 2 സൈഡിലോട്ടും പോകും. ഇത് രണ്ടിടത്തും സംഭവിച്ച ഒരേ റീസൺ തന്നെയാണ്. സോയിൽ വീക്ക് സോയിലിനകത്ത് ഒരു ഹൈ ലോഡ് ഇമ്പോസ് ചെയ്തു. അപ്പം അത് ഹൈ ലോഡ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ പുറത്തുള്ള ആൾക്കാരായാലും അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള സാഹചര്യം അറിയാം. കേരളം ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. സോയിൽ കണ്ടീഷൻ പലയിടത്തും പല രീതിയിലാണ്.
തീരദേശ സോയിൽ കണ്ടീഷൻ പലയിടത്തും പല വളരെ മോശമായിട്ടുള്ള സോയിൽ കണ്ടീഷനുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ അതേപോലെ ട്രീറ്റ് ചെയ്തിട്ട് വയഡക്ട് പില്ലറിനകത്തൊക്കെ ചെയ്യേണ്ടതാണ്. പല ഏരിയകളിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വയഡക്ട് പില്ലറിനകത്ത് ചെയ്യേണ്ടതാണ്. അപ്പം അതൊന്നും ചെയ്യാതെ, പക്ഷേ അതിന് നല്ല കോസ്റ്റ് ആവും. അത് കോസ്റ്റ് ആവുന്നതുകൊണ്ട് ഈ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്തത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇനിയും ചിലപ്പോൾ 1-2 ഇടത്തും കൂടെയൊക്കെ പൊളിയുമ്പോഴത്തേക്ക് ഇനി വരുന്നത്. ഇപ്പം ലാസ്റ്റ് നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ഗഡ്കരി സാറ് പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലുള്ള ഇനിയുള്ള പാലങ്ങളെല്ലാം നമ്മൾ പില്ലറിനകത്തേ ചെയ്യത്തുള്ളൂ, കേരളത്തിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതെ, അത് ആക്ച്വലി ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതെ ചെയ്തതിൻ്റെ പ്രോബ്ലമാണിത്. അപ്പോൾ അത് ഇപ്പം ലാസ്റ്റ് വീക്കിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ ടീമിനെ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിന് വേണ്ടി നിയോഗിച്ചേക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജിയോ എന്ന് പറഞ്ഞാൽ സോയിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, ഇനി സോയിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം, ഇതവിടെ നിൽക്കുകയും ചെയ്യുന്നു. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മൈലക്കാട് ഏരിയയിൽ ഇപ്പം മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇനി പില്ലർ ചെയ്യാനായിരിക്കാം. ഇപ്പം കേരളത്തിലെ ആൾക്കാരുടെ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ പറഞ്ഞു. അപ്പം ഈ കേരളത്തിൽ ഇന്ന് ഏത് ബിൽഡിംഗ് പണിയുമ്പോഴും അയാളൊരു വാസ്തു കൺസൾട്ടൻറ്റിനെ പോയി കാണാറുണ്ട്. ഈ വാസ്തു നോക്കുന്നതിന് പിന്നിലുള്ള സൈക്കോളജി എന്താണത് വ്യക്തമാക്കുന്നത്? സിബിനെ കേരളത്തിലുള്ളവരല്ല, ഇന്ത്യയിലുള്ള മിക്കലുള്ള എല്ലാ ആൾക്കാരും വാസ്തു നോക്കുന്നുണ്ട്. നോർമലി അതിന് ഞാനൊരു കഥ പറഞ്ഞോളാം. കഥയല്ല, ഞാനൊരു യാത്രാവിവരണം പറയാം. ഞാനൊരു 2018 രാജസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പം പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പള്ളി. അപ്പം ഞാനും എൻ്റെ 1-2 കുറച്ച് സുഹൃത്തുക്കളും ആയിട്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടും പറഞ്ഞു, ഇവിടെ ഒരു അമ്പലമുണ്ട്, നമുക്കൊന്ന് കയറി കാണാമെന്ന് പറഞ്ഞു. ഒരു അമ്പലമുണ്ട്, കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അതോടെ ഒരു ബുള്ളറ്റ് വെച്ചാണ് ആരാധിക്കുന്നത്. ബുള്ളറ്റ് ബാബ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളുണ്ട്. ബുള്ളറ്റ് ബൈക്ക്? യെസ്, നമ്മുടെ എൻഫീൽഡ് ബുള്ളറ്റ്. അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു ബുള്ളറ്റാണ്. ആ ബുള്ളറ്റ് വെച്ചാണ് അവർ ആരാധിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ കാര്യം? എന്താ അറിയില്ല. ബേസിക്കലി വിശ്വാസം. ആ ബുള്ളറ്റിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ആൾക്കാർക്കുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് ആ ബുള്ളറ്റ് വെച്ച് ആരാധിക്കുന്നത്. അവിടെ പോറ്റിയുണ്ട്, അവിടെ പൂജാരിയുണ്ട്, പൂജാരി പൂജിക്കുന്നുണ്ട് ബുള്ളറ്റിനെ. ബുള്ളറ്റാണ് പ്രതിഷ്ഠ. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരാൾ ഉപയോഗിച്ചൊരു ബുള്ളറ്റാണ്. അതിന് കുറേ കഥകളൊക്കെ അവർ പറഞ്ഞു. പക്ഷേ കഥകളൊക്കെ ഇൻട്രസ്റ്റിംഗ് കഥകളായിരുന്നു, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ആ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ ദൈവത്തെ വെച്ച് ആരാധിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ബുള്ളറ്റിനെ ദൈവമായിട്ട് കണക്കാക്കി ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ഇതിപ്പോൾ തന്നെയാണ് വാസ്തു. ആക്ച്വലി വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർ എന്തായാലും മനസ്സമാധാനമുണ്ട്. ഈ വിശ്വാസം, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. 1 സെൻറ്റിലും 2 സെൻറ്റിലും 3 സെൻറ്റിലും പണിയുന്ന ഒരു വസ്തുവും വേണ്ട. അവർക്ക് എത്രത്തോളം മിനിമം എമൗണ്ടിൽ ആ വസ്തുവിനകത്ത് എങ്ങനെയും ചെയ്ത് മാറിയാൽ മതി. വലിയ കെട്ടിടങ്ങൾ വരുന്നതും പൈസയും ഉള്ള ആൾക്കാർക്കാണ് വാസ്തു ഏറ്റവും കൂടുതൽ നോക്കണമെന്ന് ആഗ്രഹം. എന്താണ് അതിൻ്റെ കാര്യം? ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസിന് താഴെ പോകുന്നുള്ള പേടി. ആ പേടിയാണ് ഈ വാസ്തുവിനകത്ത് സൈക്കോളജി. അതിനും ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം. 80s കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഒരൊറ്റ വീടിന് പോലും വാസ്തു ഫോളോ ചെയ്യുന്ന കാണത്തില്ല. നിങ്ങൾ 80s കാലഘട്ടത്തിൽ പണിഞ്ഞ വീടുകളിലൊക്കെ ഇപ്പം കിഴക്ക് പടിഞ്ഞാറ് റോഡുള്ള ഒരു വീടിൻ്റെ റോഡാണെങ്കിൽ അവിടെ വരുന്ന വീടുകളെല്ലാം ഒന്നെങ്കിൽ തെക്കോട്ടായിരിക്കും ദർശനം, അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും ദർശനം. പണ്ടെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ഇപ്പം തെക്കോട്ട് ദർശനം വെക്കത്തില്ല, അവരെങ്ങനെയെങ്കിലും വളച്ച് കിഴക്കോട്ടാക്കും, അല്ലെങ്കിൽ വടക്കോട്ടാക്കും, എങ്ങനെയെങ്കിലും ചെയ്യും. അല്ലതല്ലെങ്കിൽ കന്നിമൂല നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറുള്ള ഞാൻ കണ്ടുള്ള ആ പഴയ കാലഘട്ടത്തിലുള്ള റിച്ചായിട്ടുള്ള ആൾക്കാരെ, നല്ല സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരെ, എല്ലാവിധ രീതിയിലുള്ള നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും വീടിൻ്റെ കന്നിമൂല ഒരു അടുക്കളയായിരിക്കും. ഞാൻ കണ്ടുള്ളത്. അപ്പം ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർക്ക് പേടി വരുന്നത്. നമ്മൾ ഇത് ഇന്നത് നിൽക്കുന്നത് കൊണ്ടാണോ ഇന്നത് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു പേടി. കാര്യം അതിനകത്തുള്ള നമ്മുടെ അമിത വിശ്വാസം. ഏകദേശം ഒരു 10-250 വീടുകളെങ്കിലും വാസ്തുവിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ
പൊളിച്ചോ പണിഞ്ഞോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാസ്തു നോക്കി ചെയ്തിട്ട് വാസ്തുവല്ല, നിൽക്കുന്ന ബിൽഡിങ്ങിനകത്ത് അവരുടെ പ്രശ്നങ്ങൾ കാരണം പല ആൾക്കാരും പല വാസ്തു കൺസൾട്ടൻറ്റും വന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ ഇതിങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മൊത്തം എന്നൊക്കെ പറഞ്ഞുള്ള ആകുമ്പോഴത്തേക്ക് അവർ ആർക്കിടെക്റ്റ് സമീപിക്കും, ഇതെങ്ങനെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഏകദേശം ഒരു 250ഓളം വീടുകൾ നമ്മൾ ചെയ്തതാണ് ഈ കഴിഞ്ഞ 23 വർഷത്തെ പ്രാക്ടീസിനിടയ്ക്ക്. ഓക്കെ, അപ്പം മോശം പറയരുത്, ഇവർ ഒരാളെ പ്രശ്നം മാറി കാണത്തില്ല. 250 പേരെ പ്രശ്നം മാറത്തില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ എടുത്ത് വാസ്തുവിൻ്റെ തലയിലും ഇതിൻ്റെ തലയിലും വെക്കാവുന്നല്ലാതെ താൽക്കാലികമായിട്ട് അതിനൊരു ഒരു പ്ലേസിൽ കൊണ്ട് നമ്മൾ വെക്കുവാന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ വാസ്തു നോക്കിയത് പ്രശ്നങ്ങൾ മാറുന്നില്ല, സമാധാനം കിട്ടും. വാസ്തു നോക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. അമേരിക്കയിൽ വാസ്തു നോക്കുന്നുണ്ടോ? ഇല്ല. ഇത് അമേരിക്ക ഡെവലപ്ഡ് അല്ലേ? അതെ. ദുബായ് വാസ്തു നോക്കുന്നുണ്ടോ? ഇല്ല. ദുബായ് ഡെവലപ്ഡ് അല്ലേ? അതെ. വാസ്തു നോക്കുന്നവരൊക്കെ ഇന്ത്യയിലെല്ലാവരും വാസ്തു നോക്കും. അതെ, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാം വാസ്തു നോക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും വാസ്തു നോക്കാത്ത ആൾക്കാരെക്കാട്ടിലും ഡെവലപ്പാണ്, വാസ്തു നോക്കുന്നവരെക്കാട്ടും ഡെവലപ്പായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വാസ്തു നോക്കാൻ നടക്കുന്നത്. പിന്നെ നമുക്കൊരു മനസ്സമാധാനം കിട്ടും, അതാണ് എൻ്റെ മെയിൻ. ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ ഡോർ അങ്ങോട്ടല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും വരുത്തില്ല എന്നുള്ള എൻ്റെ ഒരു മെൻ്റൽ പീസ് ഉണ്ടല്ലോ, ഈ പീസിന് വേണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. ഓക്കെ, അതാണ് മെയിൻ കാര്യം. മെൻ്റൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ സാർ. ഓക്കെ സാർ, വളരെ രസകരമായിട്ടുള്ളൊരു സെഷനായിരുന്നു ഇത്. ഇതിപ്പോൾ 2ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിനെക്കാട്ടിയും കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടിയത്, അതായത് ഈ ബുള്ളറ്റ് ബാബ പോലുള്ള സാധനങ്ങൾ, അത്രയും രസകരമായ സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. പിന്നീട് പ്രാക്ടിക്കലായിട്ടുള്ള വേയിൽ നമ്മുടെ ബിൽഡിങ്ങുകളെ പറ്റിയിട്ടും അറിയാൻ പറ്റി, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ഗ്രോത്ത്, കേരളത്തിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. സോ വളരെ രസകരമായൊരു സെഷനായിരുന്നു. താങ്ക് യു സാർ. എനിക്കും ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഇതായിരുന്നു കേരളത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു.